അതു കണ്ടു ഞാനരികെ കാറ്റുപോലെ നിനക്കു പൂന്തണലേകി നിന്നരികെ നീ കൊതിച്ചതുപോലെ നിന്നിലെ ആശ പൂവിടവേ നീല നീല നീലാവു പോൽ ഹായ്, നീറ്റ് 2024 റിസൾട്ട് വന്നിരിക്കുകയാണല്ലോ. അപ്പം എല്ലാ പ്രാവശ്യവും പോലെ തന്നെ ഇപ്രാവശ്യം റേസിനെ സംബന്ധിച്ച് അടിപൊളി റിസൾട്ടാണ്. ഋത്തിക് കൃഷ്ണയ്ക്ക് 700+ മാർക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഋത്തിക്കിൻ്റെ പാരൻസിൻ്റെ കൂടെ തന്നെ നമ്മളും അതൊന്ന് ആഘോഷിക്കാമെന്ന് വെച്ചിട്ടാണ് ഋത്തിക്കിൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഋത്തിക്കിന് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു 700+ മാർക്ക് വാങ്ങുക എന്നുള്ളത്. അത് അവൻ അച്ചീവ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് അവനത് അച്ചീവ് ചെയ്തത്, അവൻ അതിലേക്ക് തന്നെ എങ്ങനെയാണ് എത്താൻ പറ്റിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ തന്നെ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. ഹായ്, ഞാൻ ഋത്തിക് കൃഷ്ണ. ഇപ്പോൾ നീറ്റിൻ്റെയൊക്കെ റിസൾട്ട് വന്ന് നീറ്റ് സ്കോർ നോക്കി ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്നൊരു മൊമെൻ്റാണ്. ഞാൻ കഴിഞ്ഞ വർഷമോ ഞാൻ എന്നാണോ നീറ്റ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത് ഞാൻ അന്നേ ആഗ്രഹിച്ചൊരു സ്കോറായിരുന്നു 700 അല്ലെങ്കിൽ 700 കടക്കുക എന്നുള്ളത്. അവസാനം ഞാൻ 700 എത്തി നിൽക്കുകയാണ്. ഞാനിപ്പോൾ ഈ ഒരു 2024 നീറ്റിൻ്റെ റിസൾട്ട് അറിഞ്ഞ സമയത്ത് നല്ല സ്കോർ കിട്ടിയെന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ ഒരു കുടുംബക്കാർ, നാട്ടുകാർ, അങ്ങനെ എല്ലാവരും വന്ന ഈ ഒരു മൊമെൻ്റ് പറഞ്ഞാൽ എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റാണ്. അപ്പോൾ നീറ്റ് സ്വപ്നം കാണുന്ന ഏതൊരാളും ഈ ഒരു മൂമെൻറ്റ് മനസ്സിൽ വെച്ച് പ്രിപ്പയർ ചെയ്താൽ നല്ലൊരു അത് അവർക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും. ജസ്റ്റ് ചിന്തിച്ച് നോക്കിയാൽ മതി, നമ്മൾ റിസൾട്ട് അറിയുന്നത് വീട്ടിലേക്ക് എല്ലാവരും വരുന്നത്. അപ്പോൾ ഈ ഒരു മൂമെൻറ്റിൽ എനിക്ക് എത്തി നിൽക്കാൻ എന്നെ ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് റേസ് ഫാമിലി, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിലിപ്പോൾ റേസിൻ്റെ സപ്പോർട്ട് പറയുകയാണെങ്കിൽ തന്നെ എന്നെ എല്ലാ തരത്തിലും, അതായത് ഞാൻ എന്നാണോ ഡോക്ടറാണെന്നുള്ള സ്വപ്നം കണ്ടു തുടങ്ങിയത്, അതായത് +1 ചേർന്ന മുതൽ ഇപ്പോൾ ഞാൻ ഈ എത്തി നിൽക്കുന്ന മൊമെൻറ്റ് വരെ എല്ലാ തരത്തിലും, അതിപ്പോൾ പഠനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മളെങ്ങനെ സ്ട്രെസ്സ് മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കുട്ടി ഒരു എൻട്രൻസ് പീരീഡിൽ നമ്മളെങ്ങനെ ഏതൊക്കെ ഒരു ലൈഫിലൂടെ കടന്നു പോകുന്നോ ആ ഓരോ പീരീഡിലും നമ്മളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ പഠനത്തിൻ്റെ കാര്യത്തിലല്ലാതെ തന്നെ ഇപ്പോൾ ടെൻഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തൊരു കാര്യത്തിനാണെങ്കിൽ നമുക്കെപ്പോഴും നമ്മളെ ആവശ്യങ്ങൾ എപ്പോഴും ചോദിക്കാനും അതിനനുസരിച്ച് ചെയ്തു തരാനും എല്ലാ സമയവും റേസ് കൂടണ്ടേനി. എനിക്ക് കഴിഞ്ഞ നീറ്റിൽ 608 എൻ്റെ സ്കോറ്. അപ്പോൾ 608 പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കേരളത്തിൽ കയറിയ ആളെ റാങ്ക് മാർക്ക് എന്ന് പറഞ്ഞാൽ 610 അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു തുമ്പത്ത് നിന്നായിരുന്നു എനിക്ക് കഴിഞ്ഞ വർഷം പോയത്, ജസ്റ്റ് 2 മാർക്കിന്. അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരുപാട് വർഷം പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ ജസ്റ്റ് മിസ്സായി പോകുക പറയുമ്പോൾ അത് വല്ലാത്തൊരു സങ്കടമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം അത് മിസ്സായപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക ഡൗൺ ആയിപ്പോയിനി. അപ്പോഴും ജസ്യാ മിസ്സൊക്കെ വിളിച്ച് പറഞ്ഞ് വാ നമുക്കൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക, ആ ഒരു സെൻസ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീണ്ടും ഒരു റിപ്പീറ്റ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റിലൂടെ വന്നതും. പിന്നീട് ഞാൻ ഒരിക്കലും ഒരു ജസ്റ്റ് എനിക്ക് ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ കയറണം ആ ഒരു സെൻസിലല്ല ഞാൻ പഠിച്ചത്. 700 ഹിറ്റ് ചെയ്യണം, 700 അല്ലാതെ വേറെ ഒന്നുമില്ല, ആ ഒരു സെൻസിൽ തന്നെയാണ് ഞാൻ പഠിച്ചത്. ആ ഒരു തരത്തിൽ എനിക്ക് പഠിക്കാനുള്ളൊരു മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയ റേസിൽ നിന്ന് മാത്രമാണ്. റേസിലല്ലാതെ ഞാൻ വേറെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിരുന്നെങ്കിൽ ഞാനൊരു പക്ഷേ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജ് എനിക്ക് കയറണം, ആ ഒരു സെൻസിൽ മാത്രമേ പഠിക്കണ്ടായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ എനിക്ക് കയറാൻ പറ്റിയത് റേസിൽ നിന്നുകൊണ്ട് മാത്രം തന്നെയാണ്. ഇനിയിപ്പോൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, നിങ്ങൾക്ക് നീറ്റിന് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ റേസിൻ്റെ സപ്പോർട്ടീവ് സിസ്റ്റം നിങ്ങളെപ്പറ എന്നും കൂടെ ഉണ്ടാവും. അത് തുടക്കം മുതൽ ഒടുക്കം വരെ ഉണ്ടാവും. അത് എൻ്റെ അനുഭവമാണ്. അതുകൊണ്ട് നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് റേസ് എന്നൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കുമെന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ ഉറപ്പ് വരികയാണ്. താങ്ക് യു. മകന് 700 മാർക്ക് നീറ്റ് പരീക്ഷയിൽ കിട്ടിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഋത്തിക്ക് സന്തോഷിക്കുന്നതോടൊപ്പം തന്നെ രക്ഷിതാക്കളായ ഞങ്ങളും വളരെയധികം സന്തോഷവാന്മാരാണ്. ഇതിന് പിന്നിൽ രക്ഷിതാക്കൾ ചെയ്തു കൊടുത്ത സൗകര്യത്തെക്കാൾ കൂടുതൽ റേസും അതിൻ്റെ സ്റ്റാഫും അത് വേണ്ട വിധത്തിൽ മാനേജ് ചെയ്തുകൊണ്ടാണ് എൻ്റെ കുട്ടിക്ക് ഇത്രയും മാർക്ക് നേടാൻ കഴിഞ്ഞത്. ഈ രീതിയിൽ ഇനിയുള്ള കുട്ടികൾക്കും മേലിൽ ഇത്തരം മാർക്കുകൾ നേടാൻ വേണ്ടിയിട്ട് റേസും അതിൻ്റെ സ്റ്റാഫും സജ്ജരാണെന്ന് ഈ കഴിഞ്ഞ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു. മോന് വിചാരിച്ച സ്കോർ നേടാൻ പറ്റിയ സന്തോഷമുണ്ട്. റേസ് കൂടുള്ളതുകൊണ്ട് നല്ല സപ്പോർട്ട് കൊടുത്തുകൊണ്ടും മോന് ഞങ്ങളെ സപ്പോർട്ടിൻ്റെ ഒപ്പം തന്നെ റേസിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് അവന് ഈ സ്കോർ നേടാൻ പറ്റിയ സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്.